ആര് ചോദിച്ചാലും അല്ലാഹു തരുമടോ. നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയ മനുഷ്യനാണ് വെറും കൈയോടെ മടക്കുന്നത്. അല്ലാഹു അങ്ങനല്ല. അല്ലാഹു മാന്യനാണ്. അല്ലാഹു മാന്യനാണ്. ആരെങ്കിലും പടച്ച റബ്ബിന്റെ മുമ്പിൽ കൈകൾ നീട്ടിയാൽ അവനെ വെറുതെ മടക്കാൻ അല്ലാഹുവിന് ലജ്ജയാ. തരും ചെറുപ്പക്കാരാ, തരും പെങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും എന്റെ റബ്ബെനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടെ ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമല്ലോ എന്ന ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടെ സഹോദരാ, ഇവിടെ ഒരു സ്ഥാപനമുണ്ടല്ലോ, മുതല്ലിമീങ്ങളെ പഠിക്കുന്ന സ്ഥാപനമുണ്ടല്ലോ. ആ സ്ഥാപനത്തിന്റെ പരിസരങ്ങളിൽ എത്ര മുസ്ലിമീങ്ങളാ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ഇല്ലാന്നിട്ട് പോലും പടച്ചവര് വർഷങ്ങളായി സ്ഥാപനം ഇങ്ങനെ നടക്കുന്നല്ലോ. ഈ പാവപ്പെട്ട ഉസ്താദ് പകലും ആ സ്ഥാപനത്തിന് വേണ്ടി നടക്കുകയാണ്. എങ്ങനെയാണ് നടക്കുന്നതെന്നറിയില്ല. 60ഓളം വരുന്ന മുതല്ലിമീങ്ങൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം വരുന്നത്, എവിടെ നിന്നാണ് ഉസ്താദന്മാർക്ക് സാലറി കൊടുക്കുന്നത്, ഇതൊന്നും അറിയില്ലടോ. ആ പാവപ്പെട്ട ഉസ്താദ് പകലും ആ സ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ് വിടന്ന് മാറ്റിവെക്കുകയാണ്. എങ്ങനെയാണ് നടക്കുന്നതെന്നറിയില്ല. ഓരോ വർഷവും ഇതുപോലെ ഒരുമിച്ച് കൂടും. നിങ്ങളെ പോലെയുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ മക്കളെ ഏറ്റെടുക്കുകയാണ്. എനിക്കിതാ ഉസ്താദ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളല്ലേ, കിതാബ് പഠിക്കുന്ന മക്കളല്ലേ, ഹദീസ് പഠിക്കുന്ന മക്കളല്ലേ. അല്ലാഹുവേ, ആ മക്കളെ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തില്ലെന്ന് നിങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി കൊടുത്തല്ലോ. സനത് വാങ്ങിയ മക്കളെ കണ്ടില്ലേ, അത് നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ മക്കളാണോ? നിങ്ങളല്ലേ അവർക്ക് ഭക്ഷണം കൊടുത്തത്, നിങ്ങളല്ലേ താമസിക്കാൻ സൗകര്യം കൊടുത്തത്, എല്ലാം ചെയ്തു കൊടുത്തത് നിങ്ങളല്ലേ. പടച്ചവനെ സനത് വാങ്ങി ഇറങ്ങുകയാണ്, സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുകയാണ്, ദൈവത്തിന്റെ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ്. പടച്ചവനെ മരിക്കുന്ന കാലം വരെ അവർ എന്ത് നന്മ ചെയ്താലും അവരാർക്ക് പഠിപ്പിച്ചു കൊടുത്താലും അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്കുള്ളതാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ കുഞ്ഞുമക്കളെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. മക്കളെ നിങ്ങൾ ഏറ്റെടുക്ക്. എന്തൊരു സന്തോഷമെന്നറിയോ, എന്ത് പ്രതിഫലമാണെന്നറിയോ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഭക്ഷണം കൊടുക്കലാ. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഭക്ഷണം കൊടുക്കലാ. പടച്ചവരെ, വല്ലാത്ത പ്രതിഫലമാണോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത എന്തെന്നറിയോ, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ സമയമായ ഇബ്രാഹിം നബി ഇറങ്ങി നടക്കുകയാണ്, യാത്രക്കാരെ തെരഞ്ഞു നടക്കുകയാണ്, പാവങ്ങളെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരിക്കൽ ഇബ്രാഹിം നബി ഭക്ഷണം കൊടുക്കാൻ ആളെ തേടി നടന്നപ്പോ കിട്ടാതെ വന്നപ്പോ വല്ലാതെ സങ്കടപ്പെട്ട് കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖലീലായി തിരഞ്ഞെടുക്കാനുള്ള കാരണം പറയുമ്പോ അവിടെ പറഞ്ഞ ഒരു കാരണം, ഇബ്രാഹിം നബിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മക്കളെ നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. ഇവര് ഞങ്ങളുടെ മക്കളാണ്. വലിയ സന്തോഷമാണോ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കണ്ണവം വിളമ്പത്ത് മഖാമില് പടച്ചവനെ ക്യാമറയും വെച്ചുകൊണ്ടിരിക്കുന്ന റാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാര്, അല്ലാഹു കൊടുത്ത അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ, അവൻ ഹാഫിളായിരിക്കുകയാണ്. പടച്ചവനെ മഖാമിന്റെ അകത്തിരുന്നിട്ട് 20 മണിക്കൂർ കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ചിന്തിക്കുവങ്ങള്, ചിന്തിക്കുവങ്ങള്. മണിക്കൂറുകൾ ഗെയിം കളിക്കുന്ന മക്കളുടെ കാലത്ത്, റെയിലെടുത്ത് കളിക്കുന്ന പെൺകുട്ടികളുടെ കാലത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 10-13 വയസ്സ്
വയസ്സുള്ള ഒരു പൊന്നുമോന് 20 മണിക്കൂർ മഖാമിന്റെ അകത്തിരുന്നിട്ട് ഉസ്താദിന് ഓതി കൊടുത്തു ഖുർആൻ മുഴുവനും അങ്ങനെ ഹാഫിദായത്. ആ പൊന്നുമോന് പടച്ചവരെയും ആദരവ് കൊടുക്കുന്നത് കണ്ടിട്ടാ ഇങ്ങോട്ട് കടന്നു വന്നത്. റാഫിയുടെ കണ്ണ് നിറഞ്ഞടോ. വലിയ ഒരു സന്തോഷം എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മുതഅല്ലിമീങ്ങൾ സാധാരണ ആൾക്കാരല്ല, മലക്കുകളെ ചിറകുതാറ്റി ബഹുമാനിക്കുന്ന വിഭാഗമാ, ദുആ ചെയ്താ സ്വീകരിക്കുന്ന വിഭാഗമാ. അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് പെങ്ങള്, അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് പെങ്ങള്. പൊന്നുമോളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു ഇവർക്ക് അനുവാദം കൊടുക്കും ശഫാഅത്ത് ചെയ്യാൻ. വരുമ്പോ ഈ റാഫി എന്ന് പറയുന്ന ഈ ക്യാമറയും പിടിച്ചു കിടക്കുന്ന ചങ്ങാതിയുടെ പൊന്നുമോൻ ഹാഫിളായി, അല്ലാഹു പൊന്നുമോന് ഹൃദയത്തിൽ മുഴുവനും ഖുർആൻ നിറച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കാറുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ ഒരു രാത്രിയിൽ ഖത്ത് ഓതി തീർക്കും, ഒരു രാത്രിയിൽ ഖുർആൻ ഓതി തീർക്കും. വലിയ അത്ഭുതമായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 20 മണിക്കൂർ കൊണ്ട് ആ പയ്യൻ ഖുർആൻ ഓതി തീർത്തു. അപ്പൊ അതൊക്കെ എന്താ അത്ഭുതമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, വലിയ മഹത്വമുള്ള കാര്യം. ഇത്രത്തോളം 10-60 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അല്ലാഹു നാഫിയായ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, നമ്മുടെ വീട്ടിലും മക്കളുണ്ട്. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്നൊരു സഹോദരൻ കരഞ്ഞുകൊണ്ട് എന്റെ വാട്സാപ്പിൽ ഇട്ട ഒരു മെസ്സേജ്, എന്റെ പ്രിയപ്പെട്ടവരെ ഞാനത് പറയുന്നില്ല, സങ്കടം തോന്നിപ്പോയടോ. അദ്ദേഹം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ സങ്കടത്തോടെ അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ ക്യാന്റീനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞ് കരയുകയാ. വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പമാരാണെങ്കിൽ മക്കളെ 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 എന്ന് പറഞ്ഞ് ജീവൻ കളയുന്നു. തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല, ധരിക്കത്തുമില്ല, എല്ലാം കൂട്ടിവെച്ചിരിക്കുന്നു മക്കൾക്ക് വേണ്ടി. ഉമ്മമാരാണെങ്കിൽ പാപ്പമാര് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സ്വർണം മുഴുവനും അവര് പോലും ധരിക്കാതെ കൊണ്ടുപോയി ലോക്കറിൽ വെച്ചിരിക്കുകയാ. എന്തിനാ? മോളെ കെട്ടിക്കുമ്പോ കൊടുക്കാൻ, മോക്ക് വീട് വെക്കുമ്പോ കൊടുക്കാൻ. നീയും ധരിക്കത്തില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി ജീവിതം നയിക്കുന്ന മാതാപിതാക്കളോട്, വാപ്പാ ചുമ്മാതൊന്ന് ചോദിക്ക്, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ? നിന്റെ മോനോട് നീ ചോദിക്കുക, എടാ ഇന്ന് രാത്രി ഞാൻ മരിച്ചുപോയി, എന്റെ മയ്യത്തെ കുളിപ്പിക്കുന്ന റൂമിന്റെ അകത്തെങ്കിലും നീ വരുമോ എന്ന് ചോദിച്ചു നോക്കിക്കേ. കുളിപ്പിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു നോക്കു വാപ്പ. പെങ്ങളെ, സ്വർണം മുഴുവനും ലോക്കറിൽ വെച്ചിട്ട് മകളെ 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 എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ, ആ മകളോട് ചോദിക്ക്, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ എന്ന്. മോളെ, ഉമ്മാന് വേണ്ടി യാസീൻ ദുആ ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ലടോ, ആർക്കും സമയമില്ലടോ. നമ്മൾ അവർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. അതിനെന്തെങ്കിലും നന്മകൾ ചെയ്യണം. നന്മകൾ ചെയ്താൽ മാത്രമേ എല്ലാവരും പറയും, ഉസ്താദേ നല്ല മരണം കിട്ടാൻ ദുആ ചെയ്യാൻ. നല്ല മരണം, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ.